കൂടെ ചേർന്ന് ആമേൻ. നമ്മൾ ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് വരാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ, ഭയങ്കര ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം: നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16, 17 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയുടെ സമയമാണത്. അപ്പൊ പൗരോഹിത്യ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് പറയുക, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. അവിടെ ആ ഇടറിപ്പോകാതിരിക്കുക എന്നുള്ളത് കൊണ്ട് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത്, നിങ്ങൾ ഭയപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് പറയുന്നുവെന്നാണ്. ഈസി റീഡ് വേർഷൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ തന്നെ ഗുഡ് ന്യൂസ് ബൈബിളിനകത്ത് പറയുന്നത്, നിങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. അപ്പൊ അതുപോലെ ഒരു സാഹചര്യത്തിനകത്താണ് നിൽക്കുന്നത്. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അവിടെ രൂപപ്പെട്ടു വന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. നമ്മൾ ഇടറാൻ, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടാൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാൻ, അതുമല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു മുൻപേ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കും. അത് കർത്താവിൻ്റെ ഒരു ശൈലിയാണ്. ഒരു ദൈവശബ്ദം കൂടാതെ ഒരു പ്രതിസന്ധിയെ നേരിടാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. നമ്മളൊരു പ്രോബ്ലത്തിനകത്തേക്ക് പോകുന്നതിന് മുൻപ് മിക്കവാറും നമ്മളോട് ദൈവം സംസാരിച്ചിരിക്കും. ഞാനത് ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നാളുകളിൽ ഈ ഇടറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. കലക്കൂട്ടി പരിശുദ്ധാത്മാവ് പക്ഷേ സംസാരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഇടറുന്നത്? നിങ്ങൾ യോഹന്നാൻ 16-ന്റെ 2-ാമത്തെ വാക്യം നോക്കിക്കേ. 1, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. 2, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഞാനതാ പറഞ്ഞ, ഭാവിയിലേക്ക് നോക്കിയാ കർത്താവ് പറയുന്നത്. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക ഉണ്ട് എന്നല്ല, വരുന്നു. ഭാവി കാലഘട്ടത്തിലേക്ക് നോക്കിയാ പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, മിക്കവാറും ഒട്ടുമിക്ക ആളുകളും തകർക്കപ്പെടുന്ന 2 കാര്യങ്ങളാണ് ഇത്. 1, പള്ളി ഭ്രഷ്ടരാക്കും. അയ്യോ കുടുംബക്കാര്, അയ്യോ നാട്ടുകാര്, അയ്യോ വീട്ടുകാര്, അയ്യോ എങ്ങനെയാ?
കർത്താവ് കാലക്കൂട്ടി പറയുക, നിങ്ങളെ പള്ളി ഭ്രഷ്ടർ ആക്കും. 2, നിങ്ങളെ കൊല്ലുന്നവർ കൊല്ലും എന്നല്ല, കൊന്നിട്ട് അവർ ചിന്തിക്കുന്നത് ഞങ്ങളിങ്ങനെ കൊല്ലുന്നത് കൊണ്ട് ദൈവത്തിന് വഴിപാട് കഴിക്കുകയാണെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ യേശുവിനെ ഏറ്റുപറയുന്നവരെ പള്ളിഭ്രഷ്ടരാക്കണമെന്നുള്ള ഒരു അലിഖിത നിയമം യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരുവന്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ കർത്താവ് വീണ്ടും ശിഷ്യന്മാരോട് പറയുക, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, പക്ഷെ നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങൾ പേടിച്ചു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടരുത്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴയ പാട്ടെൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ എൻ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഞാൻ ജീവിച്ചിടും. യേശു എൻ പ്രിയൻ, ക്രിസ്തേശു എൻ പ്രിയൻ, യേശുവെ പോലെ വേറെ പ്രിയനില്ല. നഷ്ടപ്പെടാതെ വിശ്വാസത്തെ കാക്കണം. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, ഇങ്ങനെയൊക്കെ അങ്ങ് പള്ളി ഭ്രഷ്ടരാക്കാനൊക്കെ പറ്റുമോ? പറ്റും. ഇങ്ങനെയൊക്കെ അങ്ങ് കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റും. മനുഷ്യരുടെ ചിന്താഗതികളെ വളച്ചൊടിക്കാൻ സാത്താന് കഴിയും. അവരങ്ങനെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ഇടറരുത്. ഇതിന് പല ഉദാഹരണങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും വായിക്കാനായിട്ട് പറ്റും. മത്തായി സുവിശേഷം 23:34 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു, അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ച് കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. കർത്താവ് ചിലരെ അയക്കുക, യെരൂശലേമേ യെരൂശലേമേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ചിലരെ അയക്കുക. പക്ഷേ കർത്താവ് അയച്ചവരെ ഇവരെന്നാ ചെയ്യുന്നത്? ഇവർ ക്രൂശിക്കുക, ഇവർ കൊല്ലുക, ചമ്മട്ടി കൊണ്ട് പള്ളികളിൽ അടിക്കുക, പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുക. ഇന്നും ഇത് സംഭവിക്കുന്നുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ചിലരെ, സ്തോത്രം, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിനും ഈ കാലഘട്ടത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഇതിന് സമാനമായൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7:54, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. ഹല്ലേലൂയ. 57 വാക്യം നോക്കിയേ, അവൻ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സ്തെഫാനോസിന്റെ പ്രസംഗവും അതിനനുബന്ധ സംഭവങ്ങളുമാണ് വിശദീകരണം. ഈ സ്തെഫാനോസിനെ കല്ലെറിയാൻ അവൻ എന്നാ പറഞ്ഞ്? നിങ്ങളുടെ മതത്തെ ആക്ഷേപിച്ചോ? നിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അവൻ പറഞ്ഞ ദൈവ ശബ്ദത്തെ ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്ത മതനേതാക്കന്മാർ കോപപരവശരാകുന്നു, പല്ലുകടിക്കുന്നു, ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് പാഞ്ഞു ചെല്ലുന്നു, ഒടുവിൽ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കുന്നു, കല്ലെറിയുന്നു. കർത്താവ് കാലെക്കൂട്ടി പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങൾ ഇടറിപ്പോകരുത്. എനിക്കവിടെ സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനിൽ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയാമേ. ഒരു കൂട്ടം ആളുകൾ കോപപരവശരായി നിൽക്കുക, ഒരു കൂട്ടം ആളുകൾ ഈ മനുഷ്യന് നേരെ പല്ല് കടിച്ച് നിൽക്കുക, കല്ലെടുത്തുകൊണ്ട് നിൽക്കുകയാണ്.
പക്ഷെ 55-ാമത്തെ വാക്യം നോക്ക, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്വർഗത്തിലേക്ക് എത്തി നോക്കി എന്നല്ല, ഉറ്റുനോക്കി. ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ നേരെ തിരമാല പോലെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം സ്വർഗത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോ. എന്നാ? സ്വർഗത്തിലേക്ക് നോക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, സ്വർഗത്തിലേക്ക് നോക്കുക. ഭയങ്കര പ്രതിസന്ധിയുടെ നടുവിൽ സ്വർഗത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിടക്കുന്നത് ഏതോ പാർട്ടി ഓഫീസിലല്ല. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിടക്കുന്നത് ഏതോ പണക്കാരൻ അച്ചാന്റെ കയ്യിലല്ല. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം കിടക്കുന്നത് സ്വർഗത്തിലാണ്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, സ്വർഗത്തിലേക്ക് നോക്ക്. ഭയങ്കര പ്രതിസന്ധി നിങ്ങൾക്കെതിരെ വാ പിളർന്ന് നിൽക്കുന്നുവോ, സ്വർഗത്തിലേക്ക് നോക്ക്. സ്തേഫാനോസിന് ഒരു ഇടർച്ചയുമില്ല, സ്തേഫാനോസിന് ഒരു ഭയവുമില്ല, സ്തേഫാനോസിന് ഒരു ആകുലതയില്ല. പ്രശ്നത്തിന്റെ നടുവിൽ ഈ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് നോക്കുക. ദൈവത്തിങ്കിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി. അവിടെ കണ്ടത് എന്നാന്നറിയാവോ? ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ആകുലപ്പെടേണ്ട സന്ദർഭമാണ്, പക്ഷേ കാണുന്നത് ദൈവമഹത്വമാണ്. അദ്ദേഹം വിളിച്ചു പറയുക, സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവന്റെ മുഖം മാറുകയാണ്. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെയാകുകയാണ്. ഒട്ടും ഇടർച്ചയില്ല, ഒട്ടും പകർച്ചയില്ല. ഞാൻ പറഞ്ഞത് ചെറിയ പ്രശ്നമാകട്ടെ വലിയ പ്രശ്നമാകട്ടെ, കർത്താവിങ്കിലേക്ക് നോക്ക്. അപ്പോ അവരുടെ അടുക്കൽ അയച്ചവരെ കൊല്ലാനുള്ള ശ്രമം നടക്കുകയാണ്. തങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്നവർ ചിന്തിക്കുകയാണ്, ആവർത്തിക്കുക. ഇതുപോലെ ഒരു സംഭവം നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 14 കാണുന്നുണ്ട്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, ആ കല്ലേറിന്റെ രീതി ഭയങ്കരമായിരിക്കും. കല്ലേറ് കൊണ്ട് ഒരാൾ മരിച്ചു എന്ന് തോന്നത്തക്ക വിധത്തിൽ അവരെത്തി. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ എങ്ങനെയായിരിക്കും, ആ കൊണ്ടവന്റെ സ്ഥിതി എന്തായിരിക്കും? ഇവർ പറഞ്ഞു മരിച്ചു എന്ന് ചിന്തിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങൾ വരുമെന്ന് കർത്താവ് പറയുമ്പോൾ അത് അക്ഷരികമായി അങ്ങനെ തന്നെ സംഭവിക്കുകയായിരുന്നു. ഈ പൗലോസ് മരിച്ചു എന്നവർ വിചാരിച്ച ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ. ചില കമന്ററികളൊക്കെ പറയുന്നത് ആ സമയത്തിലാണ് പൗലോസ് 3-ാം സ്വർഗത്തിലേക്ക് പോയതെന്നാണ്. 3-ാം സ്വർഗത്തിലേക്ക് പോയത് ഈ ഒരു സമയപരിധിയിലാണ്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അങ്ങനെ നമ്മൾ കമന്ററികളിൽ കാണുന്നുണ്ട്. എന്തായാലും പൗലോസിനെ കല്ലെറിഞ്ഞു, പൗലോസ് മരിച്ചു എന്നവർ വിചാരിച്ചു. ഇവിടെയാണ് നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന വാക്കിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. വിശ്വാസ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാം സ്വസ്ഥമല്ല കേട്ടോ. നമുക്ക് അറ്റാക്കുകൾ ഉണ്ടായേക്കാം.
പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഈ അറ്റാക്കുകളുടെ അകത്ത് നമ്മൾ പെട്ടുപോകത്തില്ല. ഹല്ലേലൂയ. കർത്താവ് അതിനകത്തുനിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരും. ആ വചനം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. ആമേൻ. കല്ലെറിഞ്ഞു, മരിച്ചു എന്നവർ പറഞ്ഞു. പക്ഷെ പോളിന് അവിടെ ഒരു ശവക്കല്ലറ ഒരുങ്ങിയില്ല കേട്ടോ. അവിടെ ശവക്കല്ലറയിൽ പോൾ വിശ്രമിക്കുകയല്ല, അവിടുന്ന് എഴുന്നേറ്റ് പോയി പ്രസംഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പ്രതിസന്ധികൾ വരാം, പക്ഷെ അതിനകത്ത് നമ്മളങ്ങ് വീണു പോകത്തൊന്നുമില്ല. കർത്താവ് നമ്മളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇനി ഒരു ചോദ്യം, ദൈവമേ എന്തുകൊണ്ടാണ് ഈ ജനം അങ്ങനെ ചെയ്യുന്നത്? ഉത്തരം അവിടെ ക്ലിയറാ. 3-ാമത്തെ വാക്യം നോക്കിക്കേ. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ ഞങ്ങൾ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഈ ജനത്തിന് ദൈവത്തെ അറിയത്തില്ല. യേശു പറയുക, എന്നെ അറിയത്തില്ല, പിതാവിനെ അറിയത്തില്ല. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നെന്നാ ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുക, അവർക്ക് ദൈവത്തെ അറിയില്ല. ഒരു കാര്യം സത്യമാണ്, ദൈവത്തിൻ്റെ എരിവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ചിലരെങ്കിലും ദൈവവചനത്തിന് വൈരുദ്ധ്യമായ ചിന്താഗതി ഉള്ളവരോ ദൈവവചനത്തിന് വൈരുദ്ധ്യമായ നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ദൈവത്തെ അറിയത്തില്ല. ഞാൻ പറയുന്നത്, ദൈവത്തെ ശരിക്കും അറിയാവുന്ന ഒരാൾ അവരുടെ പ്രകൃതത്തിൽ ദൈവത്തിന്റെ പ്രകൃതത്തെ വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പ്രകൃതം എന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ സ്വഭാവം, ഒരു വിശ്വാസിക്ക് വേണ്ടുന്ന സ്വഭാവം വെളിപ്പെടുത്തും. ആരെയും അപമാനിക്കുന്ന, ആരെയും ആക്ഷേപിക്കുന്ന, ആർക്കെതിരെ ഏത് വാക്കും ഉപയോഗിക്കുന്ന, എന്ത് നീചമായ കാര്യവും പറയുന്ന ഒരാളിന്റെ മനോഘടന അതൊരിക്കലും ദൈവദത്തമായ മനോഘടനയല്ല, പരിശുദ്ധാത്മ നിയന്ത്രിതമായ മനോഘടനയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്നാ ചിന്തിക്കുന്നേ, ഞങ്ങൾ എന്തോ ഭയങ്കര കാര്യം ചെയ്യുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ യേശു പറയുക, അവർക്ക് എന്നെ അറിയത്തില്ല, അവർക്ക് പിതാവിനെ അറിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോ ക്രിസ്തീയ സ്വഭാവത്തിന്റെ ഒരു അതിർവരമ്പിനപ്പുറത്ത് ബോധിച്ച കാര്യങ്ങൾ ബോധിച്ചതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ അറിയത്തില്ല പ്രിയരെ. ഹല്ലേലൂയ. അവർക്ക് വ്യക്തിപരമായി ദൈവവുമായിട്ട് ബന്ധമില്ല, അവർക്ക് വ്യക്തിപരമായി വചനവുമായിട്ട് ബന്ധമില്ല. പക്ഷേ തങ്ങൾക്ക് ദൈവത്തെ അറിയാമെന്ന് അവരങ്ങ് ചിന്തിക്കുക. ഈ ചിന്ത എന്തിനാണെന്നറിയാമോ? അവരുടെ സ്വയ ചിന്താഗതിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവര് ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും ദൈവത്തെ സേവിക്കുന്നുവെന്ന് ചിന്തിക്കുന്നുവെങ്കിലും ഒരു ബന്ധവും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു വാക്യം തീത്തോസിന്റെ ലേഖനത്തിൽ കിടപ്പുണ്ട്, 1-16 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരും. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നവൻ പ്രവൃത്തിക്കകത്തത് കാണിക്കണം, സംസാരത്തിൽ അത് കാണിക്കണം, ശൈലിക്കകത്തത് കാണിക്കണം. ഇവര് ദൈവത്തെ അറിയാമെന്നാ പറയുന്നത്, പക്ഷേ പ്രവർത്തികളിൽ നിഷേധിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആ ഭാഗത്ത്
അങ്ങനെ ഒരു ദൈവവചനം ഉള്ളത് കൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കർത്താവ് പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുക. നിങ്ങളെ ഇടറിപ്പോകരുത്. ഇവിടെ കർത്താവിന്റെ ഉദ്ദേശം എന്താ? ഈ വാക്കുകളിൽ കർത്താവ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താ? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകരുത്. നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അപ്പൊ അതിശയിച്ചു പോകരുത്. എന്റെ ലൈഫിൽ മാത്രമേ ഇതുള്ളല്ലോ. നോ, യഥാർത്ഥ ക്രിസ്തു ഭക്തർക്കെല്ലാം ഈ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോ ഈ വചനം കാലെക്കുട്ടി കർത്താവ് പറയുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ എനിക്ക് മാത്രമേ ഉള്ളല്ലോ എന്നുള്ള നിലയിൽ അതിശയിച്ചു പോകരുത്. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തിൽ നിങ്ങൾ തകർന്നു പോകരുത്. അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ചിലരുടെ ഒരു വലിയ വിഷയം എന്താന്ന് ചോദിച്ചാൽ, ചെറിയ വാക്കുകളിൽ പോലും വിശ്വാസം തകർന്നു പോകും. ചെറിയൊരു സംഭവത്തിൽ പോലും വിശ്വാസം തകർന്നു പോകും. അവരങ്ങ് പിന്മാറ്റത്തിലേക്ക് പോവുക. ചെറിയൊരു കാര്യം മതി. പക്ഷെ അപ്പോസ്തലപ്രവൃത്തി 14:22 നിങ്ങൾ നോക്കിക്കേ. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസത്തിൽ നിന്ന് നമ്മെ ഇളക്കാൻ പര്യാപ്തമായ സംഗതികൾ വേണ്ടുവോളം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷേ വിശ്വാസത്തിൽ നിലനിൽക്കണം. വ്യതിചലിക്കാൻ പാടില്ല. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനോഘടന നമുക്കുണ്ടാകരുത്. വചനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഘടന നമുക്കുണ്ടാകരുത്. ദൈവകൃപയെ സംശയിക്കുന്ന ഒരു മനോഘടന നമുക്കുണ്ടാകരുത്. വിളിയെ സംശയിക്കുന്ന ഒരു മനോഘടന നമുക്കുണ്ടാകരുത്. ദൈവത്തിന്റെ വിശ്വസ്തതയെ അവിശ്വസിക്കുന്ന ഒരു മനോഘടന നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് പോൾ എന്നാ ചെയ്യുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറയുകയാണ്. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിലേക്ക് കടക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ്, അങ്ങനെ പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിക്കുകയാണ്. മോർണിംഗ് ഗ്ലോറി ശുശ്രൂഷയിൽ അതാണ് സംഭവിക്കുന്നത്. ഒരു വലിയ കൂട്ടത്തിന്റെ മനസ്സിനെ കർത്താവ് ഉറപ്പിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വചനത്തിലൂടെ. കർത്താവ് ചിലരെ ഭയങ്കരമായി ബലപ്പെടുത്തുകയാണ്. കർത്താവ് ചിലരെ ഭയങ്കരമായി ശക്തീകരിക്കുകയാണ്. കർത്താവ് ചിലരെ ഭയങ്കരമായി ഉറപ്പിക്കുകയാണ്. സ്തോത്രം. ഉറപ്പോടെ നിൽക്ക് പ്രിയരെ, ബലത്തോടെ നിൽക്ക് പ്രിയരെ. പ്രശ്നരഹിതമായ ജീവിതത്തിന്റെ അപ്പുറത്ത് ഏത് പ്രശ്നം വന്നാലും എന്നെ കർത്താവ് സഹായിക്കുമെന്നുള്ള ധൈര്യത്തിനകത്ത് നിൽക്ക്. ഹല്ലേലൂയ. ദൈവജനം ഈ ഭൂമിയിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. അത് യേശു പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോസ്തോലിക സംഘം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം നോക്ക്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക. കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യപ്പെട. കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പറയുക, നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
ഇതിന് വൈരുദ്ധ്യമായി ചിലർ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നവും വരത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അത് വഞ്ചനാപരമാണ്. അങ്ങനല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, പക്ഷെ ധൈര്യപ്പെട്ടോണം, ഞാൻ ലോകത്തെ ജയിച്ചു. എനിക്ക് മനസ്സിലായ അർത്ഥം ഞാൻ ആ ഭാഗത്ത് നിന്ന് പറയാം. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ലോകത്തെ ജയിച്ചു. അർത്ഥാൽ കഷ്ടങ്ങളെ ഞാൻ ജയിച്ചു. നിങ്ങൾക്കും ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. യേശുക്രിസ്തു ആ വാക്ക് ഉച്ചരിക്കുമ്പം ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യേശു സഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ കഷ്ടം ഏതാണ്? കുരിശിലെ കഷ്ടമല്ലേ? ആ കുരിശിലെ സകല വേദനയും അനുഭവിച്ചു. അവിടുന്ന് സ്വന്തം ചുമലിൽ തല ചായ്ച്ചു മരിച്ചു. മരിച്ചിട്ടേ അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് അടക്കപ്പെട്ടതെന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അടക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ കല്ലറ ഉറപ്പാക്കി. സത്യത്തിൽ യേശു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയല്ല കല്ലറ ഉറപ്പാക്കിയത്. യേശുവിൻ്റെ ശിഷ്യന്മാർ ചെന്ന് ആ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാനാണ് കല്ലറ ഉറപ്പാക്കിയത്. അവർ ചിന്തിച്ചത് അത്രയാ, ശിഷ്യന്മാർ എന്ന് ശരീരം എടുത്തുകൊണ്ട് പോകും. അവരതിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഒരു വലിയ കല്ല്, ഒരു വലിയ കാവൽക്കൂട്ടം, ഒരു വലിയ മുദ്ര, ഒരു വലിയ ചങ്ങല. പക്ഷേ ഇതിനൊന്നും യേശുവിനെ തടയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത്, അവരെ എന്തൊക്കെയോ ഉറപ്പിച്ചിരുന്നു. ആ കഷ്ടതയ്ക്കകത്ത് നിന്ന് പുറത്തു വരാതിരിക്കാൻ അവരെന്തൊക്കെയോ ഭയങ്കരമായി ചെയ്തിരുന്നു. പക്ഷെ യേശു അതിനെ മുഴുവൻ തൻ്റെ പുനരുത്ഥാനത്താൽ തകർത്തു. ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിലെ ഏത് പ്രബല ശക്തി നിങ്ങൾക്കെതിരെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്താലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വന്നിരിക്കും. അത് സാമ്രാജ്യം എതിരാകട്ടെ, അത് സാധാന്യമണ്ഡലങ്ങൾ എതിരാകട്ടെ, അത് മതം എതിരാകട്ടെ, അത് ആരെതിരായിരുന്നാലും നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന മനോഭാവം നിരാശയുടേതല്ല. നമുക്കുണ്ടാകേണ്ടുന്ന മനോഭാവം സന്തോഷത്തിൻ്റെതാണ്. 1 പത്രോസ് ലേഖനം 4:13 പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. ഇങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് ഈ ഭൂമിയിൽ നമ്മൾ പങ്കുകാരാകുമ്പം അയ്യോ സന്തോഷിക്കാനാണ് പറയുന്നത്. കാരണം തേജസ്സിൻ്റെ പ്രത്യക്ഷത സംഭവിക്കും. അന്ന് നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കും. മത്തായി 5 ഇതുപോലെ കർത്താവ് പറയുന്നുണ്ട്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പേ പോയവരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് കാലെക്കൂട്ടി പറയുക, നിങ്ങളെ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കേണ്ടുന്ന ഒരു വലിയ കരുത്ത് എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രാപിക്കേണ്ടുന്ന ഒരു വലിയ നിറവ് എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വലിയ പ്രാർത്ഥന എന്താണെന്നറിയാമോ? കർത്താവേ, ഒരു പ്രതിസന്ധിയുടെ നടുവിലും ഇടറിപ്പോകാതിരിക്കാൻ ഒരഭിഷേകം എനിക്ക് വേണം. ഇന്ന് പ്രഭാതത്തിൽ അത് പ്രാപിച്ചോണം, അത് പ്രാർത്ഥിച്ചോണം. ഇടറരുത്. ഞാൻ വാക്ക് വീണ്ടും ആവർത്തിക്കാം, ഇടറരുത്.
സകല മോർണിംഗ് ഗ്ലോറി ഫാമിലീസിന്റെ മേലും ഇടറിപ്പോകാതെ നിർത്തുന്ന കരുത്തേറിയ ഒരു ആത്മപകർച്ച കർത്താവ് വായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ ഭയപ്പെട്ടു പോകരുത്, വിശ്വാസം നഷ്ടപ്പെടരുത്, തകർന്നും പോകരുത്. വിശ്വാസത്തിനകത്ത് ഉറപ്പോടെ നിന്നോണം. എല്ലാ കണ്ണുകളും നടത്തി, എല്ലാ അധരങ്ങളും ഒന്ന് തുറന്ന്, കർത്താവേ, ഈ വചനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അങ്ങ് എൻ്റെ ഉള്ളിൽ പകർന്നു തരണേന്നൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നിറവ് നൽകണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങനെ ഒരു പകർച്ച അയക്കുന്നതിന് സ്തോത്രം. ഈ ജനത്തെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുക. വലിയ മാറ്റങ്ങൾ, വലിയ വിടുതലുകൾ, വലിയ സാധ്യതകൾ, വലിയ അത്ഭുതങ്ങൾ ഈ ജനത്തിൻ്റെ മേൽ പകരുന്നതിന് സ്തോത്രം. ഈ വചനം ഈ ദിവസം മുഴുവൻ ഓരോ വ്യക്തികളുടെയും ഹൃദയാന്തർഭാഗത്ത് ആഴത്തിലുള്ള ചലനങ്ങളെ സൃഷ്ടിച്ച് ചിലരുടെയൊക്കെ അകത്ത് വ്യാപരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ സമ്പൂർണമായി മാറ്റി കൃപയിൽ ഉറപ്പിച്ച് നിർത്തണമേ. കർത്താവിനോട് ചേർത്ത് നിർത്തണമേ. ദൈവരാജ്യത്തിൽ ഒരു അത്ഭുതമാക്കണമേ. കർത്താവ് അത് ചെയ്യും. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ 6:30 വീണ്ടും നമുക്കൊരുമിച്ച് കൂടി വരാം. അതുവരെയും കർത്താവ് നമ്മളെ സൂക്ഷിക്കും. ഇടറിപ്പോകാതിരിക്കുക, വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക, തകർന്നു പോകാതെ ഇരിക്കുക. കർത്താവ് എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ. ആമേൻ.